പാകിസ്ഥാനെതിരായ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത് അമേരിക്കയുടെ ഇടപെടൽ കാരണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ട്രംപ് മോദിയെ വിളിച്ച് എല്ലാം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും മോദി അത് അക്ഷരം പ്രതി അനുസരിച്ചുവെന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉയർത്തുന്നത്. ഭോപ്പാലിൽ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച സംഗതൻ സൃജൻ അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായി സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇത്തരം പ്രവൃത്തി നടത്തിയത്. BJP RSS പ്രവർത്തകരെ എനിക്കിപ്പോൾ നന്നായി അറിയാം. അവർക്കുമേൽ ചെറിയ സമ്മർദ്ദം ചെലുത്തിയാൽ മതി, ചെറുതായി ഒന്ന് ഉന്തിവിട്ടാൽ മതി, ഭയം കൊണ്ടവർ ഓടിയൊളിക്കും. അതിനുദാഹരണമാണ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ചത്. രാഹുൽ പറഞ്ഞു. ട്രംപ് ഒരു ചെറിയ സൂചന നൽകി മോദിക്ക്. അദ്ദേഹം ഫോണെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോദിജി താങ്കൾ എന്താണ് ചെയ്യുന്നത്? നരേന്ദ്ര കീഴടങ്ങൂ. മറുപടിയായി ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപ് നൽകിയ സൂചന അനുസരിച്ചു. രാഹുൽ ഗാന്ധി പരിഹസിച്ചു. 1971 യുദ്ധത്തിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനങ്ങളെ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പരിഹാസം. ഇത്തരം ഫോൺ കോളുകൾ ഇല്ലാതിരുന്ന ഒരു യുദ്ധകാലത്തെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1971 യുദ്ധത്തിന്റെ സമയത്ത് ആയുധങ്ങൾ വന്നു, വിമാനവാഹിനികൾ വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. അതാണ് വ്യക്തിത്വം. സ്വാതന്ത്ര്യ സമരകാലം മുതലേ BJPക്കാർ ഇങ്ങനെയാണ്. കീഴടങ്ങൽ കത്തുകൾ എഴുതലാണ് അവരുടെ രീതി. മറിച്ച് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർജി പട്ടേൽ ഇവരൊന്നും കീഴടങ്ങുന്നവർ ആയിരുന്നില്ല. അവരെല്ലാം ഇത്തരം ശക്തികൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്നവരായിരുന്നു. രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അതുപോലെ ഇന്ന് രാജ്യത്തെ പ്രത്യയശാസ്ത്ര പോരാട്ടം നടക്കുകയാണ്. ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടിയും ഭരണഘടനയും, മറുവശത്ത് ഈ ഭരണഘടന നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്ന BJP RSSും. എന്ത് സംഭവിച്ചാലും ജാതി സെൻസസ് പാർലമെന്റ് പാസ്സാക്കുമെന്ന് പാർലമെന്റ് ഹൌസിൽ ഞാൻ രാജ്യത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സാമൂഹിക നീതിക്കായുള്ള ഞങ്ങളുടെ പ്രമേയമാണിത്. BJP RSS പ്രവർത്തകരെ എനിക്ക് നന്നായി അറിയാം. ഒന്ന് ഭയപ്പെടുത്തിയാൽ അവർ ഓടിപ്പോകും. പ്രതിപക്ഷത്തിന്റെ ശക്തിയുടെയും ഫലമാണിത്. ചെറിയ സമ്മർദ്ദമുണ്ടെങ്കിലും ഈ ആളുകൾ കീഴടങ്ങുന്നു. കോൺഗ്രസ് പാർട്ടി കീഴടങ്ങില്ല. ഇന്ദിരാജി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് അവരുടെ സ്വഭാവം. ഭയക്കില്ല. ഇവരെല്ലാം ഇങ്ങനെയാണ്. സ്വാതന്ത്ര്യലബ്ധി മുതൽ കീഴടങ്ങൽ കഥകൾ എഴുതുന്ന ശീലം അവർക്കുണ്ട്. രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരിഹാസത്തിന് മറുപടിയുമായി BJP വക്താവ് തുഹിൻ സിൻഹ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും അത് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും തുഹിൻ സിൻഹ വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലെത്തിയിരുന്നു. സംസ്ഥാനത്ത് സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ കെട്ടിപ്പടുക്കുക എന്ന AICC തീരുമാനത്തിന്റെ ഭാഗമായാണ് രാഹുലിന്റെ സന്ദർശനം. ഓപ്പറേഷൻ സംഘടന കെട്ടിപ്പടുക്കൽ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ ചുമതലകൾ വഹിക്കുന്നവരുടെ യോഗത്തെ രാഹുൽ അഭിസംബോധന ചെയ്തു. പ്രചരണ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രാഹുൽ പങ്കെടുത്തു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ മുതിർന്ന നേതാക്കൾ രാഹുലിനോട് പങ്കുവച്ചു. നേരത്തെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജിതു പട്വാരിയും മുൻ മുഖ്യമന്ത്രി കമൽനാഥും രാഹുൽ ഗാന്ധിയെ എയർപോർട്ടിൽ സ്വീകരിച്ചു. തുടർന്ന് സംസ്ഥാന കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഹരീഷ് ചൗധരി, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ജിതു പട്വാരി, കമൽനാഥ്, മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ്, പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സംഘടന കെട്ടിപ്പടുക്കൽ കൊണ്ട് ലക്ഷ്യമിടുന്നത് താഴെത്തട്ടിൽ പാർട്ടി കെട്ടിപ്പടുക്കലും പ്രവർത്തകരിൽ പുതിയ ഉണർവുണ്ടാക്കലുമാണെന്ന് മുൻ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അരുൺ യാദവ് പറഞ്ഞു. ഞങ്ങൾ വളരെ കാലമായി ഭരണത്തിലില്ല. വിഷൻ 2028 സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തുക എന്നാണ് ലക്ഷ്യമിടുന്നത്, അരുൺ യാദവ് പറഞ്ഞു. 2018 ഡിസംബർ മുതൽ 2020 മാർച്ച് വരെയുള്ള ചെറിയ കാലയളവിൽ അധികാരത്തിൽ വന്നെങ്കിലും ഫലത്തിൽ 2003 മുതൽ സംസ്ഥാന ഭരണത്തിൽ നിന്നും കോൺഗ്രസ് പുറത്താണ്. 2028 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല.